പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്ക് മേലുള്ള ഏതൊരു ലംഘനത്തെയും ശക്തമായി തള്ളിക്കളയുന്നുവെന്ന് സൗദി അറേബ്യ. ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോയിൽ നടന്ന അസാധാരണ അറബ് ലീഗ് ഉച്ചകോടിയിൽ നടത്തിയ പ്രസംഗത്തിൽ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ പദ്ധതിയെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഇസ്രയേലി കുടിയേറ്റങ്ങളെയും പലസ്തീനികളെ കുടിയിറക്കാനുള്ള ശ്രമങ്ങളെയും അനുവദിക്കാനാവില്ല. ഗാസ വിഷയത്തിൽ അന്താരാഷ്ട്ര ഉറപ്പുകളുടെയും UN പ്രമേയങ്ങളുടെയും ആവശ്യകത ഊന്നിപ്പറയുന്നുവെന്നും അറബ് നേതാക്കളുടെ സമ്മേളനത്തിൽ രാജകുമാരൻ അറിയിച്ചു. അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പിന് കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ നിർബന്ധമാക്കി. ഇതിനായി യോഗ്യതയുള്ള അധ്യാപകരെ നിയമിക്കണമെന്നും എല്ലാ വിദ്യാർത്ഥികളെയും ഇതിൽ ഉൾപ്പെടുത്തണമെന്നുമാണ് നിർദ്ദേശം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരു ലിഖിത പാഠ്യപദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും നിർദ്ദേശമുണ്ട്. മുമ്പ് PE അധ്യാപകർക്ക് നിശ്ചിത യോഗ്യതകൾ പരിഗണിച്ചിരുന്നില്ല. ഇതിനായി നിശ്ചിത പാഠ്യപദ്ധതിയും ഉണ്ടായിരുന്നില്ല. ഇനി മുതൽ അത് നടപ്പില്ലെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വാഹനങ്ങൾ തമ്മിൽ നിശ്ചിത അകലം പാലിച്ചില്ലെങ്കിൽ പിഴ ചുമത്തുമെന്ന് ദുബായ് പോലീസ്. ഇതിനായി ഇനി മുതൽ റഡാറുകൾ ഉപയോഗിക്കും. വാഹനം ഓടിക്കുന്നവർ മുന്നിലുള്ള വാഹനങ്ങളിൽ നിന്ന് മതിയായ അകലം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പോലീസ് നേരത്തെ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ആരംഭിച്ചിരുന്നു. മുന്നറിയിപ്പ് കാലം കഴിഞ്ഞു. ഇനി പിഴ ചുമത്തുക തന്നെ ചെയ്യുമെന്നാണ് ദുബായ് പോലീസ് അറിയിച്ചത്. 400 ദിർഹമാണ് ഇതിനുള്ള പിഴ. രണ്ടാമത് റംദാൻ ലമ്മയ്ക്ക് അഥവാ റംദാൻ ഒത്തുചേരലിന് നാളെ ഷാർജയിൽ തുടക്കമാകും. റംദാന്റെ പവിത്രതയിലേക്കും മൂല്യങ്ങളിലേക്കും മുതിർന്നവരെയും കുട്ടികളെയും ആനയിക്കുന്ന നിരവധി വിജ്ഞാന വിനോദ പരിപാടികളാണ് ലമ്മയിൽ ഒരുക്കിയിട്ടുള്ളത്. ഷാർജ റോളക്കടുത്തുള്ള മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷനിൽ നടക്കുന്ന പരിപാടിയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. രാത്രി 9 മണിക്ക് ആരംഭിക്കുന്ന പരിപാടികൾ 12 മണി വരെ തുടരും. റംദാൻ ലമ്മ വരുന്ന ഞായറാഴ്ച സമാപിക്കും. ദുബൈയിലെ ഈ വില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ജുമേര ബേ ഐലൻഡിലെ 6 കിടപ്പുമുറികളുള്ള ഇതാണ് ഇവിടുത്തെ ഏറ്റവും ചെലവേറിയ വില്ല. കസ്റ്റമൈസ്ഡായി നിർമ്മിച്ച ഈ വില്ല 33 കോടി ദിർഹത്തിനാണ്, അതായത് 760 കോടി രൂപയ്ക്കാണ് വിറ്റുപോയത്. 24 കോടി ദിർഹത്തിന്റെ മുൻ റെക്കോർഡ് വിൽപ്പന മറികടന്നാണ് ഇത് ഏറ്റവും ചെലവേറിയ വില്ലയായി മാറിയത്. ബില്യനേഴ്സ് ഐലൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ജുമേറ ബേയിൽ ആകെ 128 പ്ലോട്ടുകൾ മാത്രമാണുള്ളത്. ഒമാനിൽ ഭൂകമ്പം, ആളപായം ഇല്ല. ഒമാനിലെ ദാക്കിരിയ ഗവർണറേറ്റിലെ ആദം വിലായത്തിലാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 3.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം 11 കിലോമീറ്റർ ആഴത്തിലാണ് ഉണ്ടായതെന്നാണ് സുൽത്താൻ ഖാബൂസ് സർവകലാശാലയിലെ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം അൽ വുസ്തയിലെ ഹൈമ നഗരത്തിന് 175 കിലോമീറ്റർ വടക്ക് കിഴക്കാണെന്നാണ് കണ്ടെത്തൽ. റംദാൻ കാരുണ്യത്തിന്റെ മാസമാണെന്നും അതിന്റെ സന്ദേശമാണ് ലോകമെങ്ങുമുള്ള ഇഫ്താർ ടെന്റുകളിലൂടെ KMCC നൽകുന്നതെന്നും നാഷണൽ KMCC ജനറൽ സെക്രട്ടറി PK അൻവർനഹ 5ാമത് ഷാർജ ഇഫ്താർ ടെന്റിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു അദ്ദേഹം. സംസ്ഥാന വൈസ് പ്രസിഡന്റും വളണ്ടിയർ വിംഗ് ചെയർമാനുമായ കബീർ ചാന്നങ്കര അധ്യക്ഷനായ ചടങ്ങിൽ നാസർ ബേപ്പു, KMCC കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി അലി വടയം എന്നിവർ സംസാരിച്ചു. ഷാർജ KMCC ജനറൽ സെക്രട്ടറി മുജീബ് തൃക്കണാപുരം സ്വാഗതവും ട്രഷറർ K അബ്ദുറഹിമാൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. KMCC സംസ്ഥാന ഭാരവാഹികളായ KS ഷാനവാസ്, ഫസൽ തലശ്ശേരി, CB കരീം, T ഹാഷിം, തൊയ്യിബ് ചെറ്റുവ, വളണ്ടിയർ വിംഗ് ക്യാപ്റ്റൻ ഹക്കീം കരുവാടി, കൺവീനർ CK കുഞ്ഞബ്ദുള്ള, വൈസ് ക്യാപ്റ്റൻ റിയാസ് കാന്തപുരം എന്നിവർ ഇഫ്താർ ക്യാമ്പിന് നേതൃത്വം നൽകി. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ ഫൈനലിൽ എത്തിയതോടെ ടിക്കറ്റ് വിൽപ്പന കുതിച്ചുയർന്നു. ഒരു ടിക്കറ്റിന്റെ വില 23 ലക്ഷത്തോളം രൂപ. സ്കൈ ബോക്സ് വിഭാഗത്തിലെ 12,000 ദിർഹത്തിന്റെ ടിക്കറ്റുകളാണ് ഇപ്പോൾ റീസെയിൽ വെബ്സൈറ്റുകളിൽ 97,746 ദിർഹത്തിന് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞായറാഴ്ചയാണ് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ നടക്കുന്നത്.